ഗുഡ് മോർണിംഗ്. ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പത്തിരി കേട്ടോ. പത്തിരി ഉണ്ടാക്കിയപ്പോൾ പത്തിരി പരത്തി ചുട്ടുമടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നൂലുപുട്ടും കൂടി ഉണ്ടാക്കി ബാക്കി മാവേറ്റും. പത്തിരിയും നൂലുപുട്ടും പിന്നെ ചെറുപയറും കടലയും കൂടിയും കൂട്ടിയിട്ട് തേങ്ങ വറുത്തരച്ചൊരു കറിയും വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ്. പിന്നെ നൂലുപുട്ട് വൈകുന്നേരം പിന്നെ എടുക്കാൻ വിചാരിച്ചു, വെറുതെ അപ്പോൾ കഴിക്കൂല എന്തായാലും, ഞാൻ മോനൊറ്റയ്ക്കല്ലേ അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ മോളെ റിസൾട്ട് അറിയുന്ന ദിവസം കേട്ടോ. 10ാം ക്ലാസ് വരെ റിസൾട്ട് അറിയുന്ന ദിവസമാണ്. അവൾ ഇവിടെ ഇല്ല, അവൾ ചേച്ചീൻ്റെ വീട്ടിലാണ്. അപ്പോൾ പിന്നെന്താ പറയണത് വെച്ചാൽ, എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണാൻ ആരെങ്കിലും എന്താ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ലൈക്കും അതും കൂടി ഒന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്കിന്ന് മലപ്പുറം വന്ന് പോകണ്ടായിരുന്നു, പുറത്തൊന്ന് പോകണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറി അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. മീൻ ഉണ്ടായിരുന്നു, ചെമ്മീൻ അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി വെച്ചിട്ട് പിന്നെ ചോറ് പെട്ടെന്ന് വേണമല്ലോ, റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന അരിയല്ലേ, പെട്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എളുപ്പം കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തക്കാളിയും ഉള്ളിയില്ല പച്ചമുളകും വെച്ച് അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. ഇതിങ്ങോട്ട് കത്താണ്ടല്ലോ, കത്തിയാണ്ട് കിട്ടാനാണ് പണി. അതെങ്കിലും കുറച്ച് പത്തിരിയും കൂടിയും പരത്താനുണ്ടായിരുന്നു, അതും കൂടിയും പരത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചുട്ട് വെച്ചാൽ ഇന്ന് മോനുണ്ട് വീട്ടിലെ ഇരുന്ന് കഴിച്ചോളും. അത് ചുട്ടപ്പോൾ അതിൻ്റെ ഡിസൈൻ കണ്ടില്ല നിങ്ങൾ, മോഡലായിരിക്കണം. അങ്ങനെ പത്തിരിയെല്ലാം കുറച്ചും കൂടി ഉണ്ടായിരുന്നൊക്കെ ബാക്കിയുള്ളതും പരത്തി വയ്ക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ മോനെ എഴുന്നേറ്റ് വന്നു, മോനും അർജുന എഴുന്നേറ്റ് വന്നു. അവരുടെ കലാപരിപാടിയാട്ടോ ഇതേ. രാവിലെ നീറ്റ് വന്നാലുള്ള മല്ലിക്കെട്ടാണിത്. ഇത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു ഞാൻ. അവൻ വർക്കിനൊന്നും പോണില്ല എന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ഇത് തന്നെ പരിപാടി. ഇത് നോക്കി നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി അടുപ്പത്ത് വെച്ചിട്ടാണിത് നോക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടി പത്തിരി ഒന്ന് അടി പിടിച്ചു. അങ്ങനെ നമ്മൾ മീൻകറി ആയപ്പോൾ എനിക്ക് മീൻകറിയും കൂട്ടി ചായ കുടിക്കാമെന്ന് കൂടി. അപ്പോൾ ഞാൻ എന്താ ചെയ്തു പറയാം, ചെമ്മീനിൽ ഞാൻ പുളിഞ്ഞിട്ടു. ഇത് ഇടാൻ പാടുണ്ടോ എനിക്കറിയില്ല, എന്തായാലും ഇടാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എടുത്തില്ല കേട്ടോ, ഞാൻ പത്തിരി എടുത്തത്. പിന്നെ ഫസ്റ്റ് അങ്ങോട്ട് വായയ്ക്ക് വെച്ചപ്പോഴാണ് പുളിയുടെ ഇത് കുത്തലർന്നത്. പിന്നെ അത് ഞാൻ ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്തൊരവസ്ഥ. പിന്നെ കഴിക്കല്ലാണ്ട് അതൊന്നും നിവർത്തില്ലല്ലോ. അങ്ങനെ മൂട്ട കഴിച്ചു ഞാനതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. കണ്ട ഇഷ്ടപ്പെടുന്നവരൊന്ന് പിന്നെ വീണ്ടും പറയണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റും. അപ്പോൾ ഓക്കെ ബൈ. ഇന്ന് ഞാൻ കഴിക്കട്ടെ. ഓക്കെ ബൈ. ഇത്രയേ ഉള്ളൂ.